न्याय दो, जैन बेतवा के विस्थापितों को न्याय दो. ജന്മനാട്ടിൽ നിന്നുള്ള കുടിയൊഴിപ്പിക്കൽ മരണത്തിന് തുല്യമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് സ്വന്തം ചിതയൊരുക്കി മൃതദേഹ സമാനമായി അവർ നിവർന്നു കിടന്നു. സ്വന്തം ചോരയും നീരും നൽകി വളർത്തിയ മണ്ണിൽ നിന്നും വികസനത്തിന്റെ പേരിൽ തങ്ങളെ ഇറക്കി വിടുമെന്ന് പ്രഖ്യാപിച്ച ഭരണകൂടത്തിന് മുന്നിൽ ജഡങ്ങളായി കിടന്നൊരുക്കിയ സമരമുറ. ഇതാണ് ചിതാസമരം. നദീതീരത്ത് പ്രതീകാത്മക ചിതയൊരുക്കുകയായിരുന്നു ബുന്ദേൽഖണ്ഡിലെ സ്ത്രീകൾ. 44,605 കോടി രൂപയുടെ കെൻ ബെത്വ പദ്ധതിയുടെ അഹങ്കാരത്തിനുമേൽ ഈ മനുഷ്യർ തൊടുത്തുവിട്ട ഏറ്റവും ശക്തമായ പ്രതിരോധത്തിന്റെ ദൃശ്യങ്ങളാണിത്. അണക്കെട്ടുകൾ ഉയരുമ്പോൾ ആദ്യം മുങ്ങിത്താഴുന്നത് ഇവിടത്തെ പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങളാണ്. നദീ സംയോജന പദ്ധതിയിലൂടെ ഡോണ്ടൻ ഡാമിന്റെ നിർമ്മാണം കാരണം 24 ഗ്രാമങ്ങളാണ് ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകുന്നത്. ഇതിൽ 72% ഗോണ്ട്, കോൽ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ആദിവാസികളാണ്. തലമുറകളായി അവർ കാത്തുസൂക്ഷിച്ച വനാവകാശ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നത്. പോരെങ്കിൽ വഞ്ചനാപരമായ നഷ്ടപരിഹാരവും. ചില ആദിവാസി കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ നൽകിയ നഷ്ടപരിഹാരം കേവലം 16ഉം 200ഉം രൂപയൊക്കെയാണെന്ന കാര്യം പുറത്തു കൊണ്ടുവന്നത് ഡൗൺ ടു എർത്ത് മാസികയുടെ അന്വേഷണ റിപ്പോർട്ടാണ്. ഹെക്ടറിന് 12,50,000 രൂപ സർക്കാർ നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ചിടത്താണ് വ്യാപക ക്രമക്കേടുകൾ പുറത്തുവന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ പന്ന ജില്ലയിലെ പിസൗർ ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളിലെ ഔദ്യോഗിക നഷ്ടപരിഹാര ലിസ്റ്റിലാണ് ഈ തുകകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചിതാസമരം മാത്രമല്ല ബുന്ദേൽഖണ്ഡിനെ ഉണർത്തിയത്. തോക്കുകൾക്കും അധികാരത്തിനും മുന്നിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ആ ജനത സ്വന്തം നാട്ടിലെ മണ്ണ് ശരീരത്തിൽ പൂശി മിട്ടി ആന്തോളൻ അഥവാ മണ്ണ് സമരം നടത്തി. കെൻ നദിയിലെ വെള്ളത്തിൽ മണിക്കൂറുകളോളം കഴുത്തൊപ്പം മുങ്ങിനിന്ന് അവർ ജലസമരം നടത്തി. കർഷകർ കരുത്തിൽ കയർകുരുക്കി മൃത്യു സമരം നടത്തി പ്രതിഷേധിച്ചു. പക്ഷേ അധികാരത്തിന്റെ സുഖശീതളിമയിലിരുന്ന് പ്രൊജക്ടുകൾ പാസാക്കുന്ന ഭരണകർത്താക്കൾക്ക് ഈ മനുഷ്യരുടെ ഇടനെഞ്ചുരുക്കം മനസ്സിലാകുന്നേയില്ല. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 14 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന മധ്യേന്ത്യയിലെ ബുന്ദേൽഖണ്ഡ്. ജലക്ഷാമം കാരണം ഈ പ്രദേശം പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ജനകീയ പ്രതിഷേധങ്ങൾ ഉയരാറുമുണ്ട്. പക്ഷെ കെൻ ബെത്വ പദ്ധതിക്കെതിരെ ജനകീയ പ്രതിഷേധം ശക്തമായപ്പോൾ ഭരണകൂടം അതിൻ്റെ എല്ലാ ഭീകരതയും പുറത്തെടുത്തു. പ്രോജക്ട് പ്രദേശങ്ങളിൽ ഒത്തുചേരലുകൾ തടയാൻ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകരെയും ജനങ്ങളെയും ജയിലിലടച്ചു. ആദിവാസി ഗ്രാമീണർക്കുമേൽ കള്ളക്കേസുകൾ ചുമത്തി. പക്ഷേ സമരഭൂമിയിൽ നിന്നവർ പിന്മാറിയില്ല. ലാത്തികൾക്കും തോക്കുകൾക്കും അവരുടെ മുദ്രാവാക്യങ്ങളെ നിശബ്ദമാക്കാൻ കഴിഞ്ഞില്ല. ഈ മണ്ണ് നഷ്ടപ്പെട്ടാൽ തങ്ങൾക്ക് പോകാൻ മറ്റൊരിടമില്ലെന്നവർക്ക് നന്നായി അറിയാമായിരുന്നു. നാഷണൽ വാട്ടർ ഡെവലപ്മെന്റ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ കെൻ നദിയിൽ വലിയ തോതിൽ വെള്ളം അധികമുണ്ടെന്ന് കാണിക്കാൻ കണക്കുകളിൽ കൃത്രിമം കാണിച്ചതായി ഇന്ത്യയിലെ നദി ഡാം പ്രോജക്റ്റുകളെക്കുറിച്ച് പഠിക്കുന്ന കൂട്ടായ്മയായ SANDRP ആരോപിക്കുന്നു. കൃഷിഭൂമിയുടെ വ്യാപ്തിയും 1 ഹെക്ടറിന് ആവശ്യമായ വെള്ളത്തിന്റെ അളവും തെറ്റായ രീതിയിലാണ് സർക്കാർ രേഖകളിൽ ചേർത്തിരിക്കുന്നത്. കെൻ ബെത്വ നദികളുള്ളത് ഒരേ കാലാവസ്ഥയുള്ള ബുന്ദേൽഖണ്ഡ് മേഖലയിലാണ്. അതിനാൽ ഒരു നദിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് വെള്ളം മാറ്റുന്നത് പ്രായോഗികമായി പരാജയമായിരിക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വേനലിൽ വറ്റുന്ന 2 നദികളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ 23 ലക്ഷം മരങ്ങളാണ് ഇവിടെ മുറിക്കുന്നത്. IIT ബോംബെയുടെ പഠനമനുസരിച്ച് ഈ വനനശീകരണം ബുന്ദേൽഖണ്ഡിലെ മഴയിൽ 12% കുറവ് വരുത്തും. അതായത് ജലം തരാൻ നിർമ്മിക്കുന്ന അണക്കെട്ട് വരും തലമുറയ്ക്ക് സമ്മാനിക്കുക കടുത്ത വരൾച്ച മാത്രമായിരിക്കും. ശക്തമായ എതിർപ്പുകൾ നിലനിന്നിട്ടും
വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കുടിവെള്ള ജലസേചന ആവശ്യങ്ങൾ പരിഗണിച്ച് ചില കർശനമായ ഉപാധികളോടെയാണ് കോടതികളും ട്രൈബ്യൂണലുകളും പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയത്. പന്ന കടുവാ സങ്കേതവുമായി ബന്ധിപ്പിച്ച് കടുവകളുടെ സഞ്ചാരപഥം സുരക്ഷിതമാക്കാൻ തീരുമാനമായി. മുറിച്ചുമാറ്റുന്ന വനഭൂമിക്ക് പകരമായി വനേതര ഭൂമി കണ്ടെത്തി അവിടെ വനം വെച്ചുപിടിപ്പിക്കണമെന്നും അതിന്റെ ചെലവ് പദ്ധതിയുടെ ആകെത്തുകയിൽ നിന്ന് വകയിരുത്തണമെന്നും കോടതി ഉത്തരവിട്ടു. ഞങ്ങളെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ വികസന കോട്ടകൾ കെട്ടുന്നത് എന്ന് ഗ്രാമവാസികൾ ചോദിക്കുന്നു. ബുന്ദേൽഖണ്ഡിലെ പാവപ്പെട്ട കർഷകരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാണ് ഈ പദ്ധതി എന്ന പേരിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ വരാനിരിക്കുന്ന വൻകിട വ്യവസായങ്ങളാണ്. ഇപ്പോഴിതാ നിയമപരമായ തടസ്സങ്ങളെല്ലാം ഒരു പരിധിവരെ മറികടന്ന് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ചിതകളിൽ കിടന്നവർ ജ്വലിപ്പിച്ച ആ പോരാട്ട വീര്യം ഉള്ളിൽ തുടിക്കുന്ന ഇവിടുത്തെ ഓരോ മനുഷ്യനും നിശബ്ദമായി അതിന് സാക്ഷിയാകുന്നു. പ്രകൃതിയെയും മനുഷ്യനെയും ചവിട്ടി മെതിച്ച് നിർമ്മിക്കുന്ന ദുരയുടെ അണക്കെട്ടിന് മുന്നിൽ ഈ മനുഷ്യർ കണ്ണു ചിമ്മാതെ കാവലിരിക്കുന്നുണ്ട്. അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാനാവില്ല മണ്ണും നദിയും സംരക്ഷിക്കാനുള്ള ഇവരുടെ പോരാട്ടം. പ്രതിഷേധത്തിന്റെ 1000 പുതിയ ചിതകൾ ഇനിയും അവിടെ ജ്വലിച്ചേക്കും. കാലം സാക്ഷി.